താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നമ്മുടെ മക്കളെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത്, അവരെത്തേണ്ട ലക്ഷ്യത്തിൽ, അവരെത്തേണ്ടിടത്ത് അവരുടെ കാലുകൾ ഇടറിപ്പോകാതെ എത്തിക്കുമാറാക്കുന്ന പ്രാർത്ഥനയും ഉപവാസവും. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വെറും പ്രാർത്ഥനയല്ല, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന തന്നെ. ആ പ്രാർത്ഥനയുടെ, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനല്ല പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നോക്കിയേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കൊലക്കളത്തിലേക്ക് ക്രൂശും ചുമന്ന് ഉപദ്രവിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, തച്ച് തകർക്കപ്പെട്ട് കടന്നു പോകുന്നു. അത് കണ്ട് കരയുന്ന സ്ത്രീജനങ്ങൾ അല്ല, അമ്മമാർ. അവരെ നോക്കി കർത്താവായ യേശു ക്രിസ്തു ഇவ்விധത്തിൽ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, യെരൂശലേം പുത്രിമാരേ, നിങ്ങൾ എന്നെ ചൊല്ലിയല്ല, നിങ്ങളുടെ തലമുറകളെയും നിങ്ങളെയും ചൊല്ലി കരവീൻ. അപ്പോൾ ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയുടെ പ്രത്യേകത എന്താ? അതും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറ. ഈ തലമുറയിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതെ അവരെത്തേണ്ട സ്ഥാനത്തെത്തുവാൻ കണ്ണുനീരോടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ, അതെ, നമ്മൾ തന്നെ കണ്ണുനീരൊഴുക്കണം, പ്രാർത്ഥിക്കണം. ഇല്ല എങ്കിൽ മക്കളെ കൊണ്ട് കരയുന്ന അനേക മാതാപിതാക്കളെ പോലെ കരയുന്നവരായി നമ്മൾ മാറും. അതെ, മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്ത് മക്കൾ മുഖാന്തരം കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയുണ്ടാകാം. അതുണ്ടാകാതിരിക്കുവാൻ അങ്ങനെ കരയുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്, എങ്ങനെ മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഫലപ്രദമാക്കി മാറ്റാം. എന്തിനു വേണ്ടി? അവരുടെ ജീവിതം സുരക്ഷിതമായി തീരുന്നതിനും അവരുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാകുന്നതിനും വേണ്ടി. എസ്ര ശാസ്ത്രികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അതിനുള്ള ഉത്തരം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞങ്ങൾ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എസ്ര ശാസ്ത്രികളും ഇസ്രായേൽ ജനവും നീണ്ട വർഷങ്ങളായി അവർ ആയിരുന്ന പ്രവാസത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലയം പണിക്കായി യാത്ര തിരിക്കുകയാണ്. ആ യാത്ര ഒരു ഭക്തൻ എന്ന നിലയിൽ ഇങ്ങനെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഷ്ടതയിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള യാത്ര. കാരണം അവർ യാത്ര തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ വേണ്ടി. ദൈവത്തിൻ്റെ ആലയം ജനത്തെയും ഭക്തനെയും ദൈവത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്നേടം. ഇത് പഴയ നിയമത്തിലെ കൺസെപ്റ്റാണ് കേട്ടോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാറുന്നു, അത് നമുക്കറിയാമല്ലോ. അങ്ങനെ ദൈവവുമായി ഭക്തൻ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ, അവൻ്റെ കഷ്ടതയും അവൻ്റെ കണ്ണുനീരും അവൻ്റെ വേദനയും നിരാശയും ഇല്ലാതായി മാറുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന, വേദനിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, കണ്ണുനീരോടെ ദുരിത ജീവിതം തള്ളി നീക്കുന്ന പ്രിയരേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായൊരു ശരിയായ ബന്ധമുണ്ടാകുമ്പോൾ ഈ കഷ്ടതയ്ക്കും കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതിയുണ്ടാകും. അതേ, വലിയ കഷ്ടത നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, വലിയ വേദനയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം നല്ല നിലയിലാണോ എന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം നല്ല നിലയിലാകുമ്പോൾ, നിങ്ങളും ദൈവവുമായി നല്ലൊരു ബന്ധം, ഒരു റിലേഷൻ ഉണ്ടാകുമ്പോൾ, ദൃഢമായൊരു ബന്ധമുണ്ടാകുമ്പോൾ, അതേ, കഷ്ടതകൾക്ക് അറുതി ഉണ്ടാകും. സഹോദര, അതൊരു പക്ഷേ സഹോദരി, നീയും ആ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന കഷ്ടതയായിരിക്കാം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത്, അതെ, അവിടെ അനുഭവിക്കുന്ന കഷ്ടതയും തകർച്ചയും അത് മുഖാന്തരമുള്ള കണ്ണുനീരുമായിരിക്കാം. തലമുറകളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതേ തുടർന്നുള്ള വേദനയായിരിക്കാം, രോഗമായിരിക്കാം, അത് കഷ്ടതയായി മാറിയിരിക്കുന്നു. കടബാധ്യതകളായിരിക്കാം, അത് നിരാശയ്ക്കും കണ്ണുനീരിനും കാരണമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പല പല നിലകളിൽ കഷ്ടത അനുഭവിക്കുന്നവർ, ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ
ശരിയാക്കുക. ദൈവവുമായി നിങ്ങളൊരു ശരിയായ ബന്ധത്തിൽ എത്തിച്ചേരുക. ആ കഷ്ടതകൾക്ക് അറുതിയാകും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം ചിലർ ദൈവവുമായുള്ള ബന്ധത്തെ ശരിയാക്കുക. സ്തോത്രം. റെഡിയാണോ? ദൈവവുമായുള്ള ആ ബന്ധത്തെ ഒന്ന് ശരിയാക്കുവാൻ, ശരിയായൊരു ബന്ധം ദൈവവുമായി സ്ഥാപിച്ചെടുക്കുവാൻ. എങ്ങനെയെന്നോ, ഓരോ ബന്ധങ്ങളും ശരിയായി തീരുന്നത്, ദൃഢമായി തീരുന്നതും എങ്ങനെയാ? പരസ്പരമുള്ള ഇഷ്ടങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ. അതെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ദൃഢമായി തീരും. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? അതെ, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിറയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. വായിച്ച് മനസ്സിലാക്കി അത് ചെയ്യുവാൻ തയ്യാറാകുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്നത് ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വന്ന് ഭൂമിക്ക് വെയിൽ നൽകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. അതെ, ആരോടും ചോദിക്കാതെ തന്നെ ദൈവവുമായി ശരിയായൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഉണ്ടാകും. ദൈവം അത് അറിയുന്നുണ്ട്, ദൈവം അത് കാണുന്നുണ്ട്. അതേ, ഭക്തൻ്റെ ആവശ്യം, തൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാതികളും ദൈവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതിനവൻ പരിഹാരം വരുത്തും. അപ്പോൾ ദൈവവുമായി ശരിയായ ബന്ധം സ്ഥാപിക്കുക. നോക്കിയേ, അതേ എസ്രാ ശാസ്ത്രികളുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ ദൈവവുമായി ഭക്തന് ശരിയായൊരു ബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി ജാതീയ രാജാവായ കോരശിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും, മറ്റു പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ദൗർഭാഗ്യവശാൽ ഇതെല്ലാം ദൈവം ചെയ്തോളും, നമ്മളങ്ങ് കൂടെ അങ്ങ് സുഖമായിട്ട് ആൾക്കൂട്ടത്തിനിടയ്ക്ക് കൂടെ അങ്ങനെ പോകുന്നത് പോലെ. പക്ഷേ ദൈവം ചെയ്യേണ്ടത് ചെയ്യുന്നു. അതിനർത്ഥം നമ്മളൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മളങ്ങ് മിണ്ടാതിരുന്നാൽ മതി എന്നല്ല. ആ ജനം പുറപ്പെടുകയാണ്. ദൈവം ചെയ്തു തുടങ്ങിയതിൻ്റെ പൂർത്തീകരണം അനുഭവിക്കുവാൻ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് കഠിനത നിറഞ്ഞ വഴികളിലൂടെയുള്ള യാത്ര. അതേ, ദൈവം ചെയ്യേണ്ടത് ചെയ്തു. ഇനി മുൻപോട്ട് പോകുവാനുള്ളതും പ്രാപിച്ചെടുക്കുവാനുള്ളതും എങ്ങനെ? ദൈവവുമായി ശരിയായൊരു ബന്ധം സ്ഥാപിച്ച്, സ്തോത്രം, പ്രാപിച്ചെടുക്കേണ്ടത് നിങ്ങളാണ്. മുൻപോട്ട് പോകുവാൻ മടിക്കരുതേ. വഴിയിലെ പ്രശ്നങ്ങൾ കണ്ട് തളർന്നു പോകരുതേ. പ്രാർത്ഥന ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും. പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. ദൈവവുമായുള്ള ശരിയായ ബന്ധം സ്ഥാപിച്ചെടുക്കുക. നിങ്ങളുടെ കഷ്ടതയ്ക്കും കണ്ണുനീരിനും നിരാശയ്ക്കും അറുതി വരുത്തുക. അപ്പൊ നോക്കിയേ, അഹബ ആറ്റിൻകരയിൽ ഒരു ഉപവാസം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ ചിന്തിച്ച ഒരു വിഷയത്തിനുള്ള പരിഹാരം, ഒരു വിഷയത്തിലുള്ള പരിഹാരമല്ല, 3 വിഷയങ്ങൾക്കുള്ള പരിഹാരം. 1-ാമത്തെ വിഷയം നമ്മൾ ചിന്തിക്കുന്ന വിഷയമല്ല, മറിച്ച് ആ വാക്യത്തിൻ്റെ തുടക്കം ഇങ്ങനെ, നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യം തന്നെയാണ് കേട്ടോ. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഏറ്റവും പ്രധാനം താഴ്ത്തുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുക. 1-ാമതായി, ഏത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് താഴുവാനുള്ളൊരു മനസ്സുണ്ടാകുവാനാണ്. ആ താഴ്മയാണ് നമ്മെ ഉയർച്ച പ്രാപിക്കുന്നവരാക്കി മാറ്റുന്ന മാജിക്. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാൻ നമ്മൾ തയ്യാറാകുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുമെങ്കിൽ നിങ്ങൾ താണിരിക്കുന്നിടത്ത്, അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ മക്കളും ഇരിക്കും. നിങ്ങൾ എല്ലാത്തിനേക്കാളും വലുതെന്ന് അങ്ങനെ ചിന്തിച്ച് ഇന്നലകളിൽ ജീവിച്ചതുപോലെ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ മക്കൾ അതിലും വലുതെന്ന്, ആമേൻ. അതെ, വീണുപോയ ദൂതനെ പോലെ അവൻ പറഞ്ഞില്ലേ, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ എൻ്റെ സിംഹാസനം കൊണ്ടുവയ്ക്കും, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ അരുളും. അങ്ങനെയാ. മക്കളിലേക്കൊന്ന് നോക്കിയേ, ഇന്നത്തെ മക്കളിലേക്കൊന്ന് നോക്കിയേ, നികളമാ, ഉന്നത ഭാവമാ, എല്ലാം തികഞ്ഞവരെന്ന് പറഞ്ഞ് അതെവിടെ നിന്നാ തുടങ്ങിയേ? മനസ്സിലാവുന്നുണ്ടോ? ഞാനാ വലുത്. എന്തിനാ ദൈവസന്നിധിയിൽ പോലും, എന്തിനാ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പോലും നമുക്കൊന്ന് താഴ്ത്തുവാൻ കഴിയുന്നില്ല? മനുഷ്യൻ്റെ വാക്കിന് മുമ്പിലല്ല, ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തുവാൻ കഴിയുന്നുണ്ടോ? ഒന്ന് എളിമപ്പെടുവാൻ കഴിയുന്നുണ്ടോ?
പലപ്പോഴും അതിന് കഴിയുന്നില്ല. അതിന് കഴിവുണ്ടാകണം, അതിന് പ്രാപ്തി ഉണ്ടാകണം. ഉപവാസത്തിലൂടെ ഒന്നാമതായി നാം ലക്ഷ്യം വയ്ക്കേണ്ടത് നമുക്ക് താഴ്ത്തുവാൻ കഴിയണം. താഴുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങളെ ഉയർത്തുവാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഉപവാസവും ദൈവസന്നിധിയിൽ താഴ്ത്തുന്ന ചിലരെ ഉയർത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ചിലരെ കർത്താവ് ഉയർത്തുവാൻ പോകുക. കേട്ടോ പ്രിയരെ, നിങ്ങളെ കർത്താവ് ഉയർത്തുവാൻ പോകുക. താഴ്ത്തുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, താഴ്ത്തുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കുമെങ്കിൽ, അതെ, ദൈവസന്നിധിയിൽ നിങ്ങൾ താഴുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ മാനിച്ചുയർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും. ഓ മാൻ, ആ നിരാശ, ആ വേദന, ആ കഷ്ടതയ്ക്ക് അറുതി വരുന്നതേ ആ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഒന്നും അല്ലാതായതുകൊണ്ടാണ് വേദനയും നിരാശയും കഷ്ടതയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്തെങ്കിലും ആകണമെങ്കിൽ, എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് താണിരിക്കുവാൻ തയ്യാറാകുക. അപ്പോൾ ഒന്നാമതായി അവർ ഉപവാസത്തിലൂടെ ലക്ഷ്യം വെച്ചത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുവാനുള്ള മനസ്സുണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഉപവാസത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത് നമ്മുടെ വിഷയം എന്താ? തലമുറകളുടെ ശുഭയാത്ര തീർന്നില്ല, ഒപ്പം സമ്പത്തും എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരണം. അതിനെ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ചേർത്ത് വച്ച സ്വത്തുവകകൾ അവർ നശിപ്പിച്ചു കളയാതെ, ലോകത്തിൽ അത് നശിച്ചു പോകാതെ, അവരുടെ ഭാവി ജീവിതത്തിന് അനുഗ്രഹമായി, നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ സന്തോഷത്തിനായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കുവാൻ തക്കവണ്ണം അത് സംരക്ഷിക്കപ്പെടണം. ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീര എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും കണ്ണുനീർ പോലെ. എന്താ? മിച്ചം പിടിച്ചും വയർ മുറുക്കി കൊടുത്തും എല്ലാ ഇഷ്ടങ്ങളും വിട്ടുകളഞ്ഞ് പല പല രാജ്യങ്ങളിൽ പല പല ഇടങ്ങളിൽ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കും. മക്കളത് നശിപ്പിച്ചു കളയും. മുടിയനായ പുത്രന്മാരെ പോലെ അതിനെ ദൂർത്തടിച്ച് കളയുക. മദ്യപിച്ച് നിങ്ങളുടെ അധ്വാന ഫലത്തെ നശിപ്പിച്ച് കളയുക. പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ആ സമ്പത്തിനെ നശിപ്പിച്ച് കളയുക. നല്ലവണ്ണം പഠിക്കാതെ അതിനെ നശിപ്പിച്ച് കളയുക. പല പല കേസുകളിൽ പെട്ട് നിങ്ങളുടെ അധ്വാന ഫലം ആ വക്കീലന്മാർ തിന്നുകയാ. അയ്യോ, മക്കൾ അനുഭവിക്കേണ്ടതാ. നിങ്ങളുടെ വാർദ്ധക്യ കാലത്ത് ആരുടെ മുമ്പിൽ കൈനീട്ടാതെ നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങളുടെ സമ്പത്ത് തലമുറകൾ മുഖാന്തരം നശിച്ചു പോകുന്നു. അയ്യോ, നശിപ്പിച്ചു കളയുന്ന തലമുറകൾ അനുഗ്രഹങ്ങളെയും നന്മകളെയും സമ്പത്തിനെയും സന്തോഷത്തിനെയും സമാധാനത്തെയും നശിപ്പിച്ചു കളയുന്ന തലമുറകൾ അല്ലേ? അപ്പോൾ അവരും നശിക്കരുത്. അവർക്ക് വേണ്ടി നമ്മൾ ചേർത്ത് വയ്ക്കുന്ന അല്പമാകട്ടെ ഒത്തിരി ആകട്ടെ അത് നശിക്കരുത്. നശിച്ചാൽ സങ്കടമാണ്. എന്തുകൊണ്ടാണ് നശിക്കുന്നത്? അവരുടെ യാത്ര ശത്രുവുള്ള വഴിയിലൂടെയാണ്. എസ്രാ ശാസ്ത്രികളുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇന്ന് നമ്മുടെ തലമുറകൾ യാത്ര ചെയ്യുന്ന വഴിയോ അതിലും കഠിനമാണ്. ഇവിടുത്തെ ശത്രു, അതെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ നേരിടേണ്ടി വരുന്ന ശത്രു, അവൻ ബലവാൻ മാത്രമല്ല, അവൻ തന്ത്രശാലിയാണ്. അവൻ പല പല തന്ത്രങ്ങളിലൂടെ മാതാപിതാക്കളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് തലമുറകളെ പറിച്ചെടുക്കുന്നു. അവൻ തന്ത്രശാലിയാണ്. ബലവാൻ മാത്രമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം എസ്രാ ശാസ്ത്രികളുടെ കാലത്തുള്ള മക്കളല്ല നമ്മുടെ മക്കൾ. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് അറിവുണ്ട്, അവർക്ക് ലോക പരിചയമുണ്ട്, അവർക്ക് അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാനുള്ള ആ ഒരു പരിജ്ഞാനം അല്ലേ, ആ ഒരു വിവേകം അത് തന്നെ അവർക്കില്ല. എടുത്തുചാട്ടവും സാഹസവും അതാ പ്രശ്നം. ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാ. പോകുന്നതിന് മുമ്പ് കാണുന്നത് എന്താ? ബൈക്ക് റൈസിങ് നടത്തി അപകടത്തിൽപ്പെട്ട് ഒരുത്തൻ മരിച്ചത് കണ്ടിട്ടായിരിക്കും ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അതേ ബൈക്ക് റൈസിങ് നടത്താൻ വേണ്ടി ഒന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനെ കണ്ടാൽ ഭയന്ന് അയ്യോ ഇനി ഞാൻ മാന്യമായിട്ടേ വണ്ടി ഓടിക്കുമെന്ന് തീരുമാനമെടുക്കേണ്ട പിള്ളേരാണ്. പക്ഷെ അങ്ങനെ എടുക്കുവാൻ കഴിയുന്നില്ല. എന്താണോ അവരുടെ ജീവിതത്തിൽ ദോഷകരമായി മാറുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരത് ചെയ്യുന്നു. അவ்விധത്തിൽ പിശാച്, തന്ത്രശാലിയായ പിശാച് അവരെ കൈവശമാക്കിയിരിക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇന്ന് തലമുറകളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് സ്വാധീനമില്ല. അവരുടെ വാക്കുകൾക്ക് സ്വാധീനമില്ല. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് മക്കൾ ചെവി കൊടുക്കുന്നില്ല, വില കൽപ്പിക്കുന്നില്ല. അவ்விധത്തിൽ തലമുറകളെ
വക്രതയും കോട്ടവുമുള്ള ലോകം മാറ്റിയിരിക്കുന്നു. പിശാചിനാൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഞങ്ങളുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമയം. അപ്പോൾ ഒരു ഫാമിലി, ഒരു അപ്പനും അമ്മയും 4 ജില്ലയ്ക്ക് അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഒരു പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വേണ്ടിയാണ്. അവർ വിദേശത്തായിരിക്കുന്നു, 2 രാജ്യങ്ങളിൽ. അവർക്ക് 16 വയസ്സുള്ള ഒരു മകനുണ്ട്. വളരെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. 16 വയസ്സുള്ള മകൻ നാട്ടിലാണ്. എല്ലാ ദിവസങ്ങളിലും ഫോൺ ചെയ്യും. അല്പസമയം മോനുമായി സംസാരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പന് വിഷമമാണ്, അമ്മയ്ക്ക് വിഷമമാണ്. മോനും അതുപോലെ തന്നെ കോൺഫറൻസ് കോൾ വിളിച്ച് സംസാരിക്കും, വീഡിയോ കോൾ വിളിച്ച് കണ്ട് സംസാരിക്കും. ആഹാരം കഴിക്കുമ്പോൾ മാക്സിമം ഒരു നേരമെങ്കിലും ഒരുമിച്ച് ആഹാരം കഴിക്കുവാൻ അവർ ശ്രമിക്കും. അത്ര സ്നേഹത്തിൽ. ഓ സ്തോത്രം, എന്ത് സന്തോഷമല്ലേ. അങ്ങനെ ആയിരുന്ന അവരുടെ ജീവിതം, അങ്ങനെ ആയിരുന്ന അത് അല്ലാതായി മാറി. എന്താ? പെട്ടെന്ന് ഈ കുഞ്ഞ് മാതാപിതാക്കളെ വിളിക്കുന്നില്ല. ഈ 16 വയസ്സായ ചെറുക്കനെ മാതാപിതാക്കളെ വിളിക്കുന്നില്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. മാതാപിതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് നിൽക്കുന്നത് അവൻ്റെ മാതാവിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുക്കല. അവർ പറഞ്ഞു, അവർ നിർബന്ധിച്ചു, വിളിക്കുന്നില്ല. ഈ കുഞ്ഞു ഒരു വിധത്തിൽ മാതാപിതാക്കളെ ഫോൺ ചെയ്യത്തില്ല. അത് പറഞ്ഞാൽ അവന് ദേഷ്യം വരും. പാത്രം എടുത്തെറിയുന്നു, കയ്യിൽ മൊബൈലാണെങ്കിൽ അതെടുത്തെറിയുന്നു, TV എറിഞ്ഞു പൊട്ടിക്കുന്നു. വല്ലാത്ത അവസ്ഥ. മാതാപിതാക്കൾ തകർന്നു പോയി. അവർ ഉടനെ തന്നെ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി ആ കൊറോണ സമയത്ത് നാട്ടിലേക്ക് വരുന്ന പാടറിയാമല്ലോ, വന്നു ക്വാറന്റൈനിലിരുന്നു. മകൻ്റെ അടുക്കൽ വന്നു. മകൻ മുറിക്കകത്ത് പോയി മുറി പൂട്ടിയിരുന്നു. ഒരു വിധത്തിൽ അവനെ വലിച്ചു പുറത്തിറക്കി. കണ്ണുനീരോടെ കരഞ്ഞ് അവനോട് സംസാരിക്കുവാനായി തുടങ്ങി. അപ്പോൾ അവൻ ഈ പിണക്കത്തിലുള്ള കാര്യം പറയുക, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങളങ്ങ് വിദേശത്ത് പോയി സുഖിക്കുവാണല്ലേ. മോൻ്റെ മറുപടിയാ. അപ്പോൾ തന്നെ പിതാവ് ഇറങ്ങി അങ്ങ് പോയി. കാരണം ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്കൊരു വീടില്ല, സ്വന്തമായി ഒന്നുമില്ല. ഉണ്ടെന്ന് പറയുവാൻ അവിടെ നിന്ന് തൻ്റെ മകനെ, ആ മാതാപിതാക്കളുടെ ആഗ്രഹം, അവനൊരു രാജകുമാരനാക്കണം, അവനെല്ലാം ഉണ്ടാകണം, അവന് വീട് വേണം, അവന് വസ്തു വേണം, അവന് വാഹനം വേണം, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഞങ്ങൾക്ക് കിട്ടാത്തതെല്ലാം, ഞങ്ങൾക്കില്ലാത്തതെല്ലാം അവനുണ്ടാകണം. അതിനു വേണ്ടി ഭാര്യയും ഭർത്താവും കുഞ്ഞ് ജനിച്ച ഉടനെ തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവർക്കില്ലാത്തതെല്ലാം അവർ മകന് വേണ്ടി ഉണ്ടാക്കി. ഒന്ന് ഓർത്തു നോക്കിയേ. ആ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതം ഹോമിച്ച് മകന് വേണ്ടി ചേർത്ത് വയ്ക്കുകയാണ്. ആ വേദന, ആ കഷ്ടപ്പാട്, അതിനുവേണ്ടി അവർ സഹിക്കുന്നത്, വിട്ടുകളയുന്ന അവരുടെ ഇഷ്ടങ്ങൾ, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകും വിധത്തിൽ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കതറിയാം. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നവരാണ്. പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളാണ്. അവരുടെ മക്കളും എന്നെ കേൾക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടത് പലതും നഷ്ടപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നന്മയായി നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് നല്ലവണ്ണം പഠിക്കുവാനുള്ള സാഹചര്യമുള്ളത്, നിങ്ങൾക്ക് നല്ല ഭവനങ്ങളുള്ളത്, നിങ്ങൾക്ക് പലതും ഉള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ്. അതെ, അവരെ വേദനിപ്പിക്കുവാനും അവരോട് യുദ്ധം ചെയ്യുവാനും നിൽക്കരുതേ. അപ്പോൾ ആ കുഞ്ഞ് അവന് മാതാപിതാക്കളെ അപ്പോൾ ഇഷ്ടമല്ലെന്ന്, അവർ സുഖിക്കുമായിരുന്നെന്ന്. ഇതേ വാക്ക് അവൻ്റെ ഒരു ബന്ധു അവനോട് പറഞ്ഞു കൊടുത്തതാ. നിന്നെ ഇവിടെ ആക്കിയിട്ട് നിൻ്റെ മാതാപിതാക്കൾ അങ്ങ് വിദേശത്ത് കിടന്ന് സുഖിക്കുവാണെന്ന്. അതാ അവൻ്റെ ഹൃദയത്തിൽ കുത്തിയിരുന്ന മുള്ള്. ഇന്ന് അങ്ങനെയുള്ള ലോകമാണ്. മക്കളെയും മാതാപിതാക്കളെയും പറഞ്ഞ് തെറ്റിക്കുന്ന, പുറത്തുള്ളവരല്ല അകത്തുള്ളവർ തന്നെ നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കണ്ട്, സ്വസ്ഥമായി ജീവിക്കുന്നത് കണ്ട് മക്കളെയും മാതാപിതാക്കളെയും തമ്മിൽ തെറ്റിക്കുന്നവരുടെ ലോകം, തെറ്റിക്കുന്നവരുടെ കുടുംബ ജീവിതങ്ങളെ തകർക്കുന്നവരുടെ ആ ലോകത്തിൽ നമ്മളായിരിക്കുന്നു. ആ മാതാപിതാക്കൾ വന്നു കിട്ടിയ അവസരം നല്ലതെന്ന് കണ്ട് പ്രാർത്ഥിച്ചു. 21 ദിവസവും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ആ മകൻ എങ്ങനെയായിരുന്നു അതിനപ്പുറമായി മാതാപിതാക്കളെ സ്നേഹിക്കുന്നവനും മനസ്സിലാക്കുന്നവനുമായി മാറി. ആ മുടിയനായ പുത്രനെ പോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ തലമുറകളെ കർത്താവ് മാറ്റും. അതേ, ലോകത്തിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, നിങ്ങളുടെ വാക്കുകൾക്ക് വില തരാതെ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുന്ന, മദ്യത്തിലും മയക്കുമരുന്നിലും മോശം കൂട്ടുകെട്ടുകളിലും പിടിക്കപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലമുറകൾ, അതേ, അവർ മാനസാന്തരപ്പെടും, അവർ മടങ്ങി വരും. നിങ്ങളുടെ മക്കളായി തന്നെ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവരായി തന്നെ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാണോ? മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന മാതാവേ,
മാതാവേ, പിതാവേ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവരായി നിങ്ങളുടെ മക്കൾ മാറുവാൻ പോകുക. അതേ അമ്മേ, നിന്റെ മക്കൾ നിന്റെ വാക്ക് കേൾക്കുന്നവരായി മാറുവാൻ പോകുക. അവരുടെ പ്രായം നോക്കണ്ട. അയ്യോ ദൈവദാസനെ, അവർക്ക് എന്നെക്കാൾ ആരോഗ്യമുണ്ട്, എന്നെക്കാൾ അറിവുണ്ട്. അതേ, നിന്നെ പോലെ അവരെക്കുറിച്ചുള്ള കരുതൽ അവർക്ക് പോലുമില്ല. അത്രമാത്രം നീ നിന്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുക. അതേ, അത് നിറവേറുവാൻ തക്കവണ്ണം നിന്റെ വാക്കുകൾ കേൾക്കുന്നവരായി നിന്റെ മക്കൾ മാറുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് സ്വാധീനമില്ലാതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഉപവസിക്കണം. എപ്പോൾ ഉപവസിക്കണം? ഏത് മക്കൾക്ക് വേണ്ടി? പ്രശ്നത്തിലായ മക്കൾക്ക് വേണ്ടിയാണോ ഉപവസിക്കേണ്ടത്? ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മക്കളുള്ള എല്ലാ അമ്മയപ്പന്മാരും മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉപവസിക്കണം. നിങ്ങളുടെ കണ്ണുനീരാണ് നിങ്ങളുടെ തലമുറകളെ ഫലം കായ്ക്കുന്നവരാക്കി, നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും അവർക്കും ഫലം കായ്ക്കുന്നവരാക്കി മാറ്റുന്നത്. അപ്പോൾ മക്കളുള്ള എല്ലാ അമ്മയപ്പന്മാരും ഉപവസിക്കണം. മക്കൾ ഉദരത്തിലായിരിക്കുന്ന അതേ എന്ത് സന്തോഷമല്ലേ, ആ സന്തോഷം നിലനിൽക്കുവാൻ നിങ്ങളും ഉപവസിക്കണം. അതേ, ആ മക്കൾ വരുവാനുള്ള ലോകം ചതിയും വഞ്ചനയും നിറഞ്ഞ പിശാചിനാൽ പിടിക്കപ്പെട്ട ലോകം ആയതുകൊണ്ട് നിങ്ങളും ഉപവസിക്കണം. മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും ഇതുവരെ മക്കളായിട്ടില്ല, പക്ഷേ ആഗ്രഹം മക്കൾ വേണം, വേണ്ടേ? വേണം. നിങ്ങൾ ഉപവസിക്കണം. ആമേൻ. നിങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായി നിങ്ങൾ ഉപവസിക്കണം. അപ്പോൾ റെഡിയാണോ ഉപവസിക്കുവാൻ? ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ചില മാതാപിതാക്കളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക: നിങ്ങളുടെ തലമുറകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവ് ചെയ്യുവാൻ പോകുക. താങ്ക് ഗോഡ്. അതേന്നെ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ചിലത് കർത്താവ് ചെയ്തെടുക്കുവാൻ പോകുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഫലമായി അതെ, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത്, നിങ്ങൾ ആഗ്രഹിച്ച ആ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളുടെ തലമുറകൾ എത്തുകയാണ്. ആ ജോലി, അങ്ങനെ ഒരു ജോലി, ആ രാജ്യത്തുള്ള ജോലി, അതെ, അത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ, നിന്റെ കണ്ണുനീരിന് മറുപടി ലഭിക്കുവാൻ പോകുക. നിന്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുക. അതേ, രാജ്യങ്ങളുടെ വാതിലുകൾ നിന്റെ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക. ശത്രു അടച്ചു കളഞ്ഞ വാതിലുകളെ ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ മധ്യത്തിൽ ദൈവം തുറന്നു തരിക. യെസ്, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മുന്നിലില്ല, വഴികളൊന്നുമില്ല, അവർ തപ്പി തടയുക ഇരുട്ടത്ത്. എങ്ങോട്ട് പോകണം? അമ്മ എങ്ങോട്ട് പോകണം? അപ്പ എങ്ങോട്ട് പോകണം? പലരോട് ചോദിക്കുന്നുണ്ട്, പത്രമാസികകൾ നോക്കുന്നുണ്ട്, എവിടെ പോകണം, എങ്ങോട്ട് പോകണം, എവിടെ പോയാലാണ് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഉണ്ടാകുന്നത്? വഴിയില്ല, വഴിയില്ല, വഴി അടച്ചു കളഞ്ഞിരിക്കുന്നു. വഴി തുറന്നു തരിക. യെസ്, യേശുവിൻ നാമത്തിൽ തലമുറകൾക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കുക. താങ്ക് ഗോഡ്. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. നിന്റെ തലമുറകൾക്ക് എൻ്റെ കർത്താവ് വഴി തുറന്നു കൊടുക്കുക. ശത്രു അടച്ചു കളഞ്ഞതിനെ എൻ്റെ കർത്താവ് തുറന്നു കൊടുക്കുക. കൂട്ടുകെട്ടുകളിൽ പെടുത്തി പല പല ശീലങ്ങൾക്ക് അടിമയാക്കി നിന്റെ തലമുറകളെ തകർത്ത് കളയുന്ന പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക. ആമേൻ. മദ്യത്തിന് നിന്റെ തലമുറകളുടെ മേലുള്ള സ്വാധീനം നശിക്കുവാൻ പോകുക. കൂട്ടുകെട്ടുകൾക്ക് നിന്റെ തലമുറകളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുവാൻ പോകുക. ചില വ്യക്തികൾക്ക് നിന്റെ തലമുറകളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുവാൻ പോകുക. ചിലരുടെ കൈകളിലെ കളിപ്പാട്ടമായി നിന്റെ തലമുറകൾ മാറിയിരിക്കുക. രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാട്ടമായി തലമുറകൾ മാറിയിരിക്കുന്നത് കണ്ട് വേദനപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാവേ, പിതാവേ, നിന്നോടാ സ്തോത്രം. നിന്റെ തലമുറകളുടെ നിയന്ത്രണം നിന്റെ കരങ്ങളിൽ എത്തുക. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്ന് പഠനം പോലും പകുതി വഴിയിൽ ഉപേക്ഷിച്ച്, യെസ്, നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല, തേരാപ്പാര നടക്കുക. ആ തലമുറകളെ കുറിച്ചാ നിന്റെ വാക്കുകൾക്ക് അവർ ചെവി തരുവാൻ പോകുക. ആ പിശാചിന്റെ പദ്ധതികൾ, അതേ, നിന്റെ തലമുറകളെ തകർത്ത് നശിപ്പിച്ച് കളയുവാനുള്ള ആ പിശാചിന്റെ പദ്ധതികൾ തകർക്കപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ വെല്ലുവിളികൾ നസ്രനായ യേശുവിൻ നാമത്തിൽ തകർന്നു മാറുന്ന കൃപയ്ക്കായി. ചില കേസുകളിൽ അവരെ പെടുത്തി കളയുവാൻ വേണ്ടി സ്തോത്രം പെട്ടുപോയിട്ടുണ്ട്. ചില കേസുകളിൽ ക്രിമിനൽ കേസുകളായി മാറി അവരുടെ ഭാവിക്കത് പ്രശ്നമായി തീരുമെന്ന് പറഞ്ഞു കേട്ട് ആദി പിടിച്ചായിരിക്കുക. ആ കേസിൽ നിന്ന് നിന്റെ മക്കളുടെ പേര് കർത്താവ് മാറ്റുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആ കേസിൽ നിന്ന് നിന്റെ മക്കളുടെ പേര് ചേർത്ത് കേസ് കൊടുത്തിട്ടുണ്ട്.
ആ കേസിൽ നിന്ന് നിന്റെ മക്കളുടെ പേരിനെ കർത്താവ് വെട്ടിക്കളയുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില കൂട്ടുകെട്ടുകളെ കർത്താവ് പൊളിക്കുക. ബാബേൽ ഗോപുരത്തെ തകർത്തതുപോലെ ഭാഷ ഒന്നായിരുന്നു. ഓ സ്തോത്രം, ഭാഷ ഒന്നാ, ഒരുമിച്ച് നടക്കുക, മറ്റുള്ളവർക്ക് ദോഷമായി ഭാവിയെ തകർത്ത് അതേ കലക്കിക്കളയുക, ഭാഷയെ കലക്കിക്കളയുക, ആ കൂട്ടുകെട്ടുകളെ കലക്കിക്കളയുക. പഠിക്കുവാൻ പോലും പോകാത്ത വിധത്തിൽ കൂട്ടുകെട്ടുകളിൽ പെട്ട് കറങ്ങി നടക്കുന്ന ചില തലമുറകൾ, അവരുടെ കൂട്ടുകെട്ടുകളെ കർത്താവ് പൊളിക്കുക. ആമേൻ, മടക്കി വരുത്തുക. സ്തോത്രം. പ്രാർത്ഥിക്കുക. ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ പോവുക. ഓ, അതിന് തക്കവണ്ണമുള്ള റിസൾട്ട്, നിന്റെ തലമുറകൾക്ക് അതിന് തക്കവണ്ണമുള്ള റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ആ ടെസ്റ്റ് അവർ പാസ്സാകുവാൻ പോകുക. നീ ആഗ്രഹിച്ചു കിട്ടാത്തത് നിന്റെ തലമുറകളിൽ സംഭവിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കഷ്ടതയ്ക്കും ആ കണ്ണുനീരിനും അറുതി വരുവാൻ പോകുക. അതേ തലമുറകളെക്കുറിച്ചുള്ള കഷ്ടതയ്ക്കും കണ്ണുനീരിനും അറുതി വരുവാൻ പോകുക. ആ അലച്ചിൽ മാറുവാൻ പോകുക. മടുത്തു, ഭാരം വലിച്ച് മടുത്തു അല്ലേ? ഇനിയും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അതേ കൈത്താങ്ങായി അവർ എഴുന്നേൽക്കുവാൻ പോവുക. ഇനി അവരധ്വാനിക്കും. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിനക്ക് അവസരമൊരുക്കുക. പ്രാർത്ഥിക്കുക സഹോദര. നീ ആ രാജ്യത്ത് നിന്ന് വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുക. ഇനി രാജ്യങ്ങളെ അവകാശമാക്കുവാനുള്ളത് നിന്റെ തലമുറകളാണ്. അവരിലൂടെ രാജ്യങ്ങളിലെ സമ്പത്ത് നീ അനുഭവിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. കെട്ടിച്ചു വിട്ടു. ആ ഭവനത്തിനകത്ത് അവൾ കണ്ണുനീരില്ല. ആഗ്രഹിച്ചതൊന്നും അവിടെ അവൾക്ക് കിട്ടിയിട്ടില്ല. കരയുക, പുറത്ത് പറയുവാൻ മടിച്ച്, അല്പമൊക്കെ അറിയിക്കുന്നുള്ളൂ. സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അത്രത്തോളം അവൾ സഹിക്കുന്നുണ്ട്. നീ അറിഞ്ഞാൽ തളർന്നു പോകുമെന്ന്, മാതാവേ പിതാവേ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അവളുടെ ജീവിതത്തെ കർത്താവ് പണിയുക. നിന്റെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ഫലം നിന്റെ തലമുറ ആ ഭവനത്തിനകത്ത് അനുഭവിക്കുവാൻ പോകുക. അവളുടെ കുടുംബജീവിതത്തിന് വിരോധമായി ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളും ഇപ്പോൾ തകർന്നു മാറുക. ഒറ്റയ്ക്ക് അവൾ മടങ്ങി വന്ന്, ഓ ആമേൻ, ഒറ്റയ്ക്ക് അവൾ തിരികെ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഭയപ്പെടുക. ഓരോ ഫോൺ കോൾ വരുമ്പോഴും, ഓരോ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഭയപ്പെടുക. മകളെ ഇറക്കി വിട്ടോ, അവൾ ഇറങ്ങിപ്പോന്നോ, ഇനി എന്തായിത്തീരും പറയുന്നുണ്ട്. മോളെ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോര്. പക്ഷേ പേടിയാ. ഞങ്ങളെ കാലം വരെ ഞങ്ങൾ നോക്കും, പിന്നെ മുന്നോട്ട് എന്ത്? അതേ, കർത്താവ് കൂടെയുണ്ട്. തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മരുമകൾ നിന്റെ ഭവനം വിട്ട് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ പിതാവേ, നിന്റെ മകൻ്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സകല തകർച്ചകളെയും കർത്താവ് പണിതുയർത്തുക. ഓ ആമേൻ. ആ രോഗിയായിരിക്കുന്ന മക്കൾ ചങ്കിലെ നീറ്റല, തലമുറയുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗം, അവരെയും ചുമന്ന് നടക്കുക. അതിന് അറുതി വരുവാൻ പോകുക. നീ ചുമക്കുന്ന നിന്റെ തലമുറകൾ നിന്നെ ചുമക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ അപകട മുഖാന്തരം രോഗിയായി തീർന്ന മകനെ, ആ വീഴ്ച മുഖാന്തരം രോഗിയായി തീർന്ന മകളെ യേശു സൗഖ്യമാക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാ. ഓ ആമേൻ. മാനസികമായി ബാധിക്കപ്പെട്ട ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കും മാതാവേ, ഈ ഉപവാസത്തിന് മധ്യത്തിൽ കർത്താവ് സൗഖ്യമാക്കുക. ആ രോഗം അവളെ വിട്ട് മാറിപ്പോവുക. യെസ്, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തീയിലും വെള്ളത്തിലും പിശാച് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ച ആ പിതാവിൻ്റെ മകനെ പോലെ ചുഴലി ദീനത്താൽ വീണും 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 എണീറ്റും തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറയെ കർത്താവ് സൗഖ്യമാക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാ. ഓ, ഈ പ്രാർത്ഥനയും ഉപവാസവും ആ ദുരാത്മാവ് വിട്ടുപോകുവാന്. ഓ സ്തോത്രം. ആ വീഴ്ചയ്ക്ക് അറുതിയായി. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഇനി അവൾ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്ക്. ഇനി വീണു പോകുവാൻ, ആ ചതിയിൽ പെട്ടുപോകുവാൻ, ചതിയിൽപ്പെട്ടിരിക്കുക. നിനക്കറിയാം ചതിയിൽപ്പെട്ടിരിക്കുക. ആ ചതിയിൽ നിന്ന് നിൻ്റെ മകൾ പുറത്തു വരിക. താങ്ക് ഗോഡ്. നിൻ്റെ തലമുറ പുറത്തു വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ സന്തോഷകരമായ ഭാവിക്ക് വേണ്ട പുതിയ റിലേഷൻസ് ഉണ്ടാകുക, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുക, വിവാഹത്തിന്മേലുള്ള തടസ്സം മാറുക. മാതാവേ പിതാവേ, പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തിരിച്ചറിയ ആ വിവാഹത്തിന്മേലുള്ള തടസ്സം മാറുക. വിവാഹം നല്ല നിലയിൽ ഒരു വിവാഹം നടന്ന് കാണത്തില്ല. അവൾ ഇറങ്ങിപ്പോകും, അവൻ വിളിച്ചോണ്ട് വരും. പലരും പറയുന്നുണ്ട്, അതെ, അത് സംഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിവാഹം നടക്കുക. ഓ മേൻ, ആ കടത്തിൽ നിന്ന് തലമുറകൾ പുറത്തു വരിക. ഓ, കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയമാ. അയ്യോ, പലതും ചെയ്യാൻ വേണ്ടി, ഞങ്ങൾക്ക് കൂടെ ആശ്വാസമാകാൻ വേണ്ടി അവർ തുടങ്ങിയതാ. കടം വാങ്ങിച്ചും ഞങ്ങൾ ചേർത്ത് വെച്ചതും എല്ലാം എടുത്ത് തുടങ്ങിയതാ. പക്ഷേ ആ ബിസിനസ് സംരംഭം
അവരുടെ ആ കാൽവെപ്പ് വലിയ ബാധ്യതയിലായിരിക്കുന്നു, വലിയ കടത്തിലായിരിക്കുന്നു. എന്തു ചെയ്യും? എൻ്റെ മക്കൾ എന്തെങ്കിലും കടുക ചെയ്യുമോ? ഇല്ലെന്നേ. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഉപവസിക്കുന്നത് കൊണ്ട് അവർ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ബാധ്യതയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക. അവരാഗ്രഹിക്കുന്നത് പോലെ നിനക്ക് കൈത്താങ്ങാൻ അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണം ആ ബിസിനസ് മുഖാന്തരം അവർ അനുഗ്രഹിക്കപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ബിസിനസ് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വരിക. ആ ബാധ്യതകൾ മാറുക. തലമുറകളുടെ ജീവിതത്തിലുള്ള ഇല്ലായ്മകൾ മാറുക. ഓ താങ്ക് ഗോഡ്. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക. മാതാവേ, പിതാവേ, നിന്റെ മക്കൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക. അവരുടെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ പോകുക. അവർ പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ പോകുക. ഇപ്പൊ നീ നിർബന്ധിച്ച് കുത്തി ഇളക്കി കൊണ്ടുവന്ന് ഇരുത്തിയാലും ഇരിക്കത്തില്ല, ഫോണും എടുത്തോണ്ട് ഓടും. അതെ, അവർ നിന്നെ വിളിച്ചുകൊണ്ട് ഇരുത്തി പ്രാർത്ഥിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത് മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ തലമുറകൾ എത്തേണ്ട സ്ഥാനത്തെത്തുമെന്ന്. ഈ അവസ്ഥ മാറും. പിശാചിനാൽ പിടിക്കപ്പെട്ട ഈ അവസ്ഥ മാറും. അവരെത്തേണ്ട സ്ഥാനത്ത് അവരെത്തും. അവരിലൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. വഴിയിൽ ശത്രുവുണ്ട്, തകർത്തു കളയുന്ന ശത്രു. അവൻ ബലവാൻ മാത്രമല്ല, അവൻ തന്ത്രശാലിയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൻ തലമുറകളെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. അയ്യോ, ആ ശത്രുവിനെ ജയിക്കുവാൻ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അപ്പോൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും? എങ്കിൽ മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം. നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ തലമുറകളെ എത്തേണ്ട സ്ഥാനത്തെത്തിക്കും. അവർക്ക് ശുഭയാത്ര ഒരുക്കും. ഓ, പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുക. എന്നാൽ കണ്ണടച്ചോ, ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ, ഭാരത്തോടെ, വേദനയോടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ വേദനയ്ക്കും കണ്ണുനീരിനും കാരണമായിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ആ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ഈ ദിവസം തലമുറകൾ വിടുവിക്കപ്പെട്ട് മാതാപിതാക്കൾ സന്തോഷിക്കുന്ന ദിവസമായി മാറട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി വിടുതലായി ചലിക്കുന്ന കൃപയ്ക്കായി സൗഖ്യമാകാം. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുന്ന സകല രോഗബന്ധനവും സൗഖ്യമാകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ചില അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ. ഡിപ്രഷൻ ഉണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന, സ്വയം വേദനിപ്പിക്കുന്ന, തല ചുമരിലടിച്ച് മുടി വലിച്ചു പറിച്ച് ആ അവസ്ഥ മാറട്ടെ. യെസ്, സുഖമായി സ്വസ്ഥമായി ഉറങ്ങട്ടെ. സകല മാനസികമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകൾ അഴിഞ്ഞു മാറട്ടെ. വഴിയടച്ചു കളയുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ തകർക്കപ്പെടട്ടെ. വഴി തുറക്കപ്പെടട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ജോലികൾ ലഭിക്കട്ടെ. ജോലിയില്ലാതെ കടന്നു വന്ന ദാരിദ്ര്യം മാറട്ടെ. ഇല്ലായ്മകൾ മാറട്ടെ. കടം മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. കൊടുത്തു തീർക്കുവാൻ കഴിയാതെ നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നവർ പ്രാർത്ഥിച്ച് വഴി തുറക്കപ്പെടുക. അമേൻ. പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ച് ഭർത്താവ് മടങ്ങി വരുവാൻ, ഭാര്യ മടങ്ങി വരുവാൻ, സ്നേഹവും ഐക്യതയും ഉണ്ടാകുവാൻ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അമേൻ. പ്രാർത്ഥിക്കും മാതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ. മക്കളെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അമ്മയും അപ്പൻ്റെ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് നിൽക്കുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഡിവോഴ്സുകൾ മാറിപ്പോവുക. കോടതിയും വക്കീലും ഇല്ലാത്ത ജീവിതങ്ങൾ ഉണ്ടാകുക. യെസ്, യേശുവിൻ നാമത്തിൽ. ചില ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകുക. ജയിലുകളിലായിരിക്കുന്ന ചിലർ വിടുവിക്കപ്പെടുക. ഓ താങ്ക് ഗോഡ്. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ, ചതിക്കപ്പെട്ടവർ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചതിക്കപ്പെട്ടവർ, മറ്റ് പല നിലകളിൽ ചതിക്കപ്പെട്ടവർ, ജയിൽവാസം അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവർ, യെസ് യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടുക. വിസ പ്രോബ്ലങ്ങൾ മാറുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവർ നല്ല സ്വഭാവത്തിൽ, നല്ല ശീലങ്ങളിൽ വളർന്നു വരുവാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ കണ്ട സ്വപ്നങ്ങൾക്കൊത്തവണ്ണം അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. റിസൾട്ട് ഉണ്ടാകുക. ഓ സ്വതന്ത്രം. മത്സര പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകുക. ആഗ്രഹിക്കുന്ന വിശാലത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. വിവാഹ ബന്ധങ്ങൾ നടക്കുക. അമേൻ. യേശുവിൻ നാമത്തിൽ അമേൻ. മക്കൾ ജനിക്കുക. ഓ താങ്ക് ഗോഡ്. ശുശ്രൂഷകന്മാരായി തലമുറകൾ മാറുക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പാ അങ്ങ് ഇവരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിച്ചാട്ടെ. കച്ചവടങ്ങൾ, സ്വയം തൊഴിലുകൾ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളെ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ.
വാഹനങ്ങൾ വാങ്ങട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം ഈ ജനം അനുഗ്രഹമായി വിടുതൽ പ്രാപിച്ചവരായി മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.